അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല ക്ലാസി എലഗൻ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് പ്രീമിയം ലുക്ക് പ്രീമിയം ഫീല് എല്ലാം അടിപൊളിയാണ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കത് എത്രത്തോളം യുണീക്ക് ആക്കാൻ പറ്റും, അത്രയും രസമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കളക്ഷൻസ്, അതിൻ്റെ കളേഴ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ കളേഴ്സ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. അത്ര രസമുള്ള നല്ല കളേഴ്സാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു നല്ലൊരു ഫങ്ഷന് നമ്മൾ എത്രത്തോളം ക്ലാസി ആയിട്ട് നിൽക്കാൻ പറ്റും, അതാണ് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയും അതുപോലെ നമ്മളുടെ ഒരു കോൺഫിഡൻസും. അപ്പോൾ അത്രയും നമ്മൾ യുണീക്ക് സെലക്ഷൻ വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ അതിലേക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ കളക്ഷൻസ് കാണിച്ചു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ്, നല്ല ക്ലാസ് ആയിട്ടുള്ള യെല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഫീലുള്ള, നല്ല ഒതുക്കും, എന്താ പറയുക, ഭയങ്കര പ്രസൻസ് തരണം, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരണം, നല്ലൊരു ഷെയ്ഡാണ് ഈ യെല്ലോ. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഫാബ്രിക് നമ്മൾ ക്രേപ്പ് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീമിയം ഓർഗൻസയിൽ നമ്മൾ ആ ഒരു ലേസ് കോൺസെപ്റ്റ് നല്ല ക്ലാസ് ആയിട്ടുള്ള അതിൻ്റെ ആ ദുപ്പട്ട നിങ്ങൾ നോക്കിക്കോ, അത്രത്തോളം നമുക്ക് ഒരു എന്താ പറയുക ഫീല് തരുന്ന നല്ലൊരു കോൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് ഇതെങ്ങനെ മാച്ച് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അത്ര ഒരു ടൈം ആൻഡ് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ദുപ്പട്ട അതുപോലെ അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലിങ് അത്രത്തോളം സിങ്കാക്കി കൊണ്ടുവരുന്നത്. അതിൽ നല്ലൊരു എഫേർട്ട് നമ്മുടെ ഡിസൈൻ ടീം ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെയാണ് ആ നിങ്ങൾക്ക് ഓരോ പീസുകളും ഇഷ്ടമാവുന്നത്. കുറേ പേര് നല്ല ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ റീകളക്ട് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയാക്കി തരാൻ പറ്റും അതാണ് സ്റ്റൈലിഷ് ടീം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിലോരോ കളേഴ്സായിട്ട് കാണിച്ചു തുടങ്ങാം. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. ഇതങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് വരിക. നിങ്ങൾ നോക്കിക്കോ എന്ത് ഭംഗിയായിട്ട്, അതുപോലെ നല്ല ട്രിമ്മാണ്. നമ്മളിങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഇടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മൾ നല്ല ഔട്ട്ഫിറ്റ്സ് കാണൽ വളരെ കുറവാണ്. നമ്മൾ കുറേ ആലോചിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് പലതും കിട്ടാതെ വരുന്നത് പലർക്കും. അതുപോലെ നല്ല രസമുള്ള ഒരു ഷെയ്ഡ്, ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, എത്ര രസമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കളറ്, ഈ ഒരു ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. നല്ല ഭംഗിയുള്ള റെയർ ഷെയ്ഡാണ്. ഒരു ഗ്രീൻ എന്ന് പറയാം. അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ക്ലാസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അതിൻ്റെ ആ ഒരു ദുപ്പട്ടയൊക്കെ ഇട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് ഷെയ്ഡ്, പൗഡർ ബ്ലൂ ഷെയ്ഡ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നമ്മളെപ്പോഴും കാണുന്ന പൗഡർ ബ്ലൂ അല്ല, നല്ല രസമായിട്ടുള്ള നല്ലൊരു പൗഡർ ബ്ലൂ. പ്രത്യേകിച്ച് ബാപ്റ്റിസോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വേണ്ടവർക്ക് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്ത് രസമുള്ള കളറാണ് നോക്കിയത് നിങ്ങൾ. ഞാനിങ്ങനത്തെ ഈ ബ്രൈഡലിലൊക്കെ നമ്മൾ അത്രയും എന്താ പറയുക ചൂസ് ചെയ്യുന്ന കളേഴ്സാണ് ആൾക്കാർ. അത്ര റയർ കോൺസെപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന ആളുകൾ എടുക്കുന്ന കളേഴ്സാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് അയ്യോ ഈ കളർ നോക്കി, ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ കളേഴ്സ് നമ്മൾ സാധാരണ കാണുന്നതെന്ന് കുറച്ചൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ യുണീക്ക് ആക്കാൻ പറ്റും അത്രയും നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലൂ ഷെയ്ഡ് നോക്കി. പൗഡർ ബ്ലൂവിൻ്റെ തന്നെ നമ്മൾ പറയില്ലേ പേസ്റ്റൽ ബ്ലൂ, പൗഡർ ബ്ലൂ അല്ല പേസ്റ്റൽ ബ്ലൂ. അതിൻ്റെയൊക്കെ ആ ഒരു ലേസും അതുപോലെ അതിൻ്റെ വർക്കിൻ്റെ കോമ്പിനേഷനും ഇതൊന്നും അത്ര സിമ്പിളല്ല. നിങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെന്ന്. ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. ഇതാണ് സെക്കൻഡ് പാറ്റേൺ വരുന്നത്. നല്ല ക്ലാസ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള, അത് മാത്രമല്ല എത്ര രസമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ്. ഞാൻ പറഞ്ഞു നമ്മളെത്ര കുറേ നാളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഫീൽഡിൽ. പക്ഷേ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുർത്തിയും അതിൻ്റെ പാറ്റേണും ഡിസൈനും ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ചിലതൊക്കെയാണ് എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കും. അതിൽ പെട്ടതാണ് ഈ ബ്ലാക്ക് ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ട്രിമ്മായിട്ടും അതുപോലെ നല്ല ലീൻ ഫീലിംഗ് ആണ് കിട്ടുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ട എൻ്റെ അമ്മ മാരകമായിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പലതിനും പെയർ ചെയ്യാം കേട്ടോ. കുറച്ച് നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് കുറേ സാധനങ്ങളിലേക്ക് ഇത് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ദുപ്പട്ട ഇല്ലെങ്കിൽ ഇത് കുർത്തിയായിട്ട് ഇട്ടാൽ അത്ര രസമുള്ളതാണ്. ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക, എന്ത് രസമായിട്ടാണ് സർദോസി. നമ്മളിത് ഈ ഹാൻഡ് വർക്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസിങ് ആണ്. അതൊക്കെയാണ് നമ്മൾ ഡിസൈനിങ് ടീം അത്ര ഭംഗിയായിട്ട് അതിനെ കറക്റ്റായിട്ട് സെറ്റാക്കി തരുന്നത്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇത് കണ്ടോ, ഇതിൽ ഒരു സീക്വൻസിന് ഒരു സർദോസി വെച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ ടൈം ടേക്കിംഗ് ആണ്. അതുപോലെ തന്നെ അതിനെ സർദോസി യൂസ് ചെയ്യാന്ന് പറയാൻ തന്നെ കുറച്ച് ലക്ഷറിയാണ്. കാരണം അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും അത്രത്തോളം ക്ലാസി ഫീലുള്ളൊരു പ്രൊഡക്റ്റാണ്
ഈ സെർദോസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഹാൻഡ് വർക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അമ്മാനെ അടിയിരിക്കുന്നത് ഞങ്ങൾ. അത്ര രസമായിട്ടാണ് അത് ചെയ്തെടുത്തുള്ളത്. അതിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നത്. നമ്മൾ കട്ട് ബീഡിനേക്കാൾ ഉപരി ഒരു ലക്ഷറിയസ് ഫീൽ തരുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എലഗൻസ് അതിൻ്റെ വർക്കിലും വരും. അതിനെ നമ്മൾ കട്ട് ബീഡ് ഇട്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണ പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതാണ് ഇതാ, നല്ല രസമല്ലേ സീ ബ്ലൂ കളറ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. ഇതാ നോക്കിക്കോളൂ. അതിൻ്റെയും ഇതുപോലെ ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കുക. ഈ ദുപ്പട്ടയാണ് നമ്മളതിനെ പെയർ ചെയ്തിട്ടുള്ളത്. അത്ര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പാറ്റേണും അതിൻ്റെ ദുപ്പട്ടാസ് എന്നും പറയുന്നത്. ഓക്കെ, ഇത് വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അടുത്ത എൻ്റെ ഇഷ്ടമുള്ളൊരു കളറ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാമല്ലോ, എൻ്റെ ഈ ഒരു വാർഡ്രോബിൽ എൻ്റെ പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സിലൊന്നാണ് ഈ ഒരു മിൻറ്റ് ഗ്രീൻ. അല്ലെങ്കിൽ ഇത് മിൻറ്റ് ഗ്രീൻ അല്ല കേട്ടോ, സോറി, ഇതൊരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം. പക്ഷെ ആ ഒരു ടോൺസൊക്കെ ഇച്ചിരി എന്താ പറയുക, ഭയങ്കര നിറമില്ല എന്നാൽ ഓക്കെ നിറം കുറവുമല്ല, അങ്ങനെ ഫീൽ ചെയ്യണവർക്ക് നല്ല ഭംഗിയുള്ളതാണ്. ഇത് വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഷ് ഷെയ്ഡ്, നല്ല രസമുള്ള ഒരു ആഷ് ടോണാണ്. അതായത് ആഷ് എന്നല്ല ഇതിനെ പറയുക. ഇതൊരു ഗ്രീൻ ആണോയെന്ന് വെച്ചാൽ ഗ്രീൻ അല്ല, ബ്ലൂ ആണോയെന്ന് വെച്ചാൽ ബ്ലൂ അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ്. പേസ്റ്റൽ ഒരു ഡസ്റ്റി ടോണാണ്. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. അയ്യോ, ഇതിൽ പറയാൻ വിട്ടുപോയിട്ടോ, ഞാൻ ഈ ലേസ് കോൺസെപ്റ്റ് മറന്നുപോയി. ഈ ഗ്യാദേഴ്സിൽ നമ്മൾ അതിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ലേസസ്, ക്രോഷ്യ ലേസസ് ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്യാതറിങ് ഫുൾഫിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട്. അത് ഞാൻ അതിലൊക്കെ വിട്ടുപോയി പറയാൻ. അപ്പം അത്ര രസമുള്ളൊരു പാറ്റേൺ ആണ്. ഇനി ഇതേപോലെ തന്നെ നല്ല ഗോർജിയസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കളറ് ഇതാ നോക്കി. ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്കും. നമ്മൾ ഇത്രയും ഷോപ്സ്, എന്തായാലും ഞങ്ങളെപ്പോലെ ഒരുപാട് ഷോപ്സ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ സ്റ്റൈലിഷ് ഇതിൽ വേണ്ടി തന്നെ മെനക്കെട്ടിരുന്ന് കളേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും യൂണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈലിഷിന് തരാൻ പറ്റുമെങ്കിൽ അതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് പേര് ഹാപ്പി ആണെന്ന് അറിഞ്ഞു, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എവർഗ്രീൻ ഹിറ്റാണ്, അപ്പോൾ ആവും എന്ന് തന്നെയാണ് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക 9946519063.